മനുഷ്യ മനസ്സിൻ്റെ ഇരുണ്ട കോണുകളിലൂടെ സഞ്ചരിക്കുന്ന ദസ്തയേവ്സ്കിയുടെ അതിശയകരമായ മനഃശാസ്ത്ര നോവലാണ് കുറ്റവും ശിക്ഷയും അഥവാ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. പ്രധാന കഥാപാത്രം റോഡിയോൺ റാസ്കോൾനിക്കോവ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ കഴിയുന്ന ഒരു ദരിദ്രനായ നിയമ വിദ്യാർത്ഥിയാണ്. സമൂഹത്തിലെ അനീതിയും ദാരിദ്ര്യവും കാണുമ്പോൾ ചിലർക്ക് അതിശയമായ ശക്തി ഉണ്ടെന്നും അവർക്ക് നിയമത്തെ മറികടക്കാൻ സാധിക്കും എന്നൊരു തെറ്റായ തത്വചിന്ത അദ്ദേഹത്തിന് മനസ്സിൽ വളരുന്നു. ഈ നോവലിലെ കുറച്ച് പ്രധാന സംഭവങ്ങൾ ചുരുക്കി പറയാം. റാസ്കോൾനിക്കോവ് ഒരു കരുണരഹിതയായ പണയക്കാരിയായ അല്യോന നിവാനോവയെ കൊല്ലുന്നത് സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് സ്വയം ന്യായീകരിക്കുന്നു. പക്ഷേ കൊലപാതകത്തിന് സാക്ഷിയായ അവളുടെ സഹോദരി ലിസാവെറ്റയെയും അദ്ദേഹത്തിന് കൊല്ലേണ്ടി വരികയാണ്. കൊലപാതകത്തിന് ശേഷം റാസ്കോൾനിക്കോവിൻ്റെ ഉള്ളിൽ അതികഠിനമായ കുറ്റബോധവും ആത്മീയ സംഘർഷവും ഭയവും ഒരു തരത്തിൽ വൈദ്യുതി തരംഗം പോലെ ഒരു അസ്ഥിരത വളർന്നു വരികയാണ്. പോലീസ് ഓഫീസർ പോർഫിറി പെട്രോവിച്ച് മനഃശാസ്ത്രപരമായ രീതിയിൽ റാസ്കോൾനിക്കോവിനെ പരിശോധിക്കുകയും പതുക്കെ അവൻ്റെ കുറ്റബോധത്തെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം തന്നെയാണ് റാസ്കോൾനിക്കോവിൻ്റെ ജീവിതത്തിലേക്ക് സോണിയ എന്നൊരു പെൺകുട്ടി കടന്നു വരുന്നത്. ദാരിദ്ര്യം കാരണം വേശ്യയായി മാറിയെങ്കിലും ഹൃദയത്തിൽ വിശ്വാസവും കരുണയും നിറഞ്ഞൊരു പെൺകുട്ടി. അവൻ്റെ മനസ്സിൻ്റെ ഇരുട്ടിൽ ഒരു പ്രകാശം പോലെ മാറുന്നതായിട്ടാണ് നമ്മൾ ഈ നോവലിൽ കാണുന്നത്. അവസാനം സോണിയയുടെ സ്നേഹവും ആത്മീയ വീക്ഷണവും റാസ്കോൾനിക്കോവിനെ തൻ്റെ കുറ്റം സമാധിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അവൻ സൈബീരിയയിലേക്ക് ശിക്ഷാവാസത്തിന് അയക്കപ്പെടുന്നു. അവിടുന്ന് സോണിയ അവനെ പിന്തുടരുന്നു. അങ്ങനെ ആ സ്നേഹബന്ധം റാസ്കോൾനിക്കോവിൻ്റെ ഹൃദയത്തിൽ ഒരു ആത്മീയ പുനർജന്മം ഉളവാക്കിയാണ്. ഈ നോവലിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റബോധവും ശിക്ഷയും, അതുപോലെ തന്നെ മനുഷ്യൻ്റെ മനഃശാസ്ത്രം, നന്മയും തിന്മയും തമ്മിലുള്ള ഒരു തരം പോരാട്ടം, അതുപോലെ മതവും ആത്മീയതയും സമൂഹത്തിലെ ദാരിദ്ര്യവും അനീതിയും ഇതെല്ലാം എടുത്തു കാണിക്കുന്നുണ്ട്. ഒറ്റ വരയിൽ നമ്മൾ ഈ നോവലിൻ്റെ ആത്മാവിനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്ത കുറ്റത്തിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ അത് നിയമപരമായിട്ടല്ല, മറിച്ച് അവരുടെ മനസ്സിലെ ശിക്ഷയാണ് ഏറ്റവും ഭയാനകം.